അസം റൈഫിൾസ് കോൺവോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. നാഗാലാൻഡിലെ കോപ്പാൻപാലിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഒരു സൈനികന് വീരമൃത്യു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. എന്താണ് കൂടുതൽ അറിയുന്നത്? വിവരങ്ങൾ. പൂജ, നാഗാലാൻഡിലെ സുഖ്ബോയ്ക്ക് സമീപത്താണ് ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. അസം റൈഫിൾസിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ നിലവിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു എന്നാണ് ഇപ്പോൾ ഈ സൈന്യവുമായി, അതായത് അസം റൈഫിൾസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത്. 3 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് എന്നും ഈ പ്രതിരോധ യുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ നിലവിൽ വ്യാപകമായ തോതിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയും അസം റൈഫിൾസ് കോൺവോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ 3 സൈനികരായിരുന്നു വീരമൃത്യു വരിച്ചിരുന്നത്. ഏതായാലും അടിക്കടി ഈ അസം റൈഫിൾസിൻ്റെ സൈനികർക്കും അവരുടെ വാഹന വ്യൂഹത്തിന് നേരെ നടക്കുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുവാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പൂജ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.